നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന കോസ്റ്റിനെ പറ്റി ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ബോധേഡാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ സ്റ്റേജ് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാണ് എൻ്റെ മാക്സിമം ബഡ്ജറ്റ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ പരമാവധി ഡിസൈൻ ചെയ്യുന്നവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ ആ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ റിക്വയർമെൻറ്റ്സ് കൂടി പറയുമ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് അതിൽ ഫിറ്റിനെ ആവാത്തതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്കത് പറയാൻ പറ്റും, ഇത് ഒരു കാരണവശാലും ഇതിലാവില്ല. അപ്പോൾ അതനുസരിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് കൂട്ടുക. പിന്നെ അതായത് ഏകദേശം ആവും എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്പേസ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ എലിവേഷൻ സ്റ്റൈൽ വരുമ്പോൾ അതിൽ ഓരോ ഡീറ്റെയിൽ വരുന്ന സമയത്ത് അഡീഷണൽ എക്സ്പെൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അപ്പോൾ ഓരോന്ന് വരയ്ക്കുമ്പോൾ ഇതിന് എത്രയോ ബഡ്ജറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലി നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമ്മളിത് ഡിസൈനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കൊരു ഫൈനൽ ടോട്ടൽ എത്ര വരും എന്നുള്ളതിനെ പറ്റിയൊരു കാൽക്കുലേഷൻ കിട്ടുന്നത്. ആ കാൽക്കുലേഷൻ കിട്ടുന്ന സമയത്ത് പലരും ഞെട്ടാറുണ്ട്, അതായത് ഇത്രയും വരുമോ എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾ ബഡ്ജറ്റ് റൈസ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിനനുസരിച്ച് റിക്വയർമെൻറ്റ്സ് കോംപ്രമൈസ് ചെയ്യുക. ഇത് രണ്ടുമല്ലാതെ വരുന്ന സമയത്ത് പല ആളുകളും ലാസ്റ്റ് മൊമെൻറ്റ് വന്നിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവാറുണ്ട്. ഡിസൈനാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു, നമുക്ക് അതിനനുസരിച്ച് തീരാനുള്ള ബഡ്ജറ്റും ഇല്ല, എന്നാൽ ഈ റിക്വയർമെൻറ്റ്സ് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീട് കൊണ്ട് നമുക്ക് വലിയ യൂസ് ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഫീൽഡല്ല, അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് വരിക, അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഒക്കെ വരുന്ന സമയത്ത് എത്രത്തോളം കോസ്റ്റ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കോസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം കോസ്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇതിന് വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു ബേസിക് സ്റ്റഡി നടത്തിയിട്ടേ നിങ്ങൾ റിക്വയർമെൻറ്റ്സ് ഉണ്ടാക്കാൻ പാടുള്ളൂ. റിക്വയർമെൻറ്റ്സ് ഉണ്ടാക്കി ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ സ്റ്റഡി നടത്താൻ പോയാൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് ആവും.